അഡ്വക്കേറ്റ് രഞ്ജിത്ത്, അതായത് ഹിന്ദുമത വിശ്വാസം അനുസരിച്ചാണ് അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തിയത് എന്നായിരുന്നല്ലോ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ചെയ്ത ഈ സമാധി എന്നത് സമാധിയായി മരിക്കുന്നത് രാജ്യത്ത് വിലക്കിയിട്ടില്ല എന്നാണ് നിങ്ങൾ കോടതിയിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അപ്പോൾ കോടതി ചോദിക്കുന്നു, ഈ അസ്വാഭാവിക മരണമാണോ അതോ സ്വാഭാവിക മരണമാണോ? അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു വില്ലോ അതല്ലെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ സമാധി സമയത്ത് ആരെങ്കിലും ഒരാൾ സാക്ഷിയായെങ്കിലും നിൽക്കാൻ പാകത്തിൽ ഒരു സാക്ഷിയോ ഇത് കാണാൻ പറ്റുന്ന, ഇവർ പറയുന്നതിനപ്പുറത്ത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ പോലും ഈ ഹർജിയിലെ ആവശ്യങ്ങൾക്ക് പിൻബലമായി ഉണ്ടാകാതെ പോയത്? അത് കോടതിയിൽ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? മാത്രമല്ല, ഈ ബന്ധുക്കൾ തന്നെ പറയുന്നത് കിടപ്പ് രോഗിയായ ഈ ഗോപൻ സ്വാമിയെ കാണാൻ രാവിലെ ചെന്നപ്പോൾ പോലും എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അവിടെയാണ് ഭാര്യയും മക്കളും പറയുന്നത് എഴുന്നേറ്റ് നടന്നുപോയി സമാധി ഇരുന്നുവെന്ന്. ഇതിലെല്ലാമുള്ള പൊരുത്തക്കേടുകൾ, ഇതിലെല്ലാമുള്ള അവ്യക്തതകൾ ദുരൂഹമാണ്. ശ്രീ ഗോപികൃഷ്ണൻ, ഇതിനകത്ത് ആരാണ് ബന്ധുക്കൾ? ഒരു ബന്ധുവും പറഞ്ഞിട്ടില്ല. ഇവരുടെയൊക്കെ തന്നെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ട് ക്ഷേത്രം പണിത സമയത്ത് അവരുടെ വഴി നഷ്ടപ്പെട്ടു, അവർക്ക് വീട്ടിലോട്ടുള്ള നേരായിട്ടുള്ള വഴി നഷ്ടപ്പെട്ടു, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലോടുകൂടി അവരുടെ വഴി നഷ്ടപ്പെട്ടു. അങ്ങനെ വഴി നഷ്ടപ്പെട്ട വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിന് നമ്മളാരും തന്നെ ഈ കാര്യങ്ങൾ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുമോ, അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഏത് സ്ഥിതിയായിരുന്നു, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവർക്കാർക്കും തന്നെ ഒരു മെറ്റീരിയൽ ഫാക്റ്റും ഈ കുടുംബത്തിന് മൂടി വയ്ക്കാൻ വേണ്ടിയില്ല. ഒരു മെറ്റീരിയൽ ഫാക്റ്റും അവർ സപ്രസ് ചെയ്തിട്ടില്ല. അവരെ ഈ ഒരു സമാധി കഴിഞ്ഞതിന് ശേഷം അവർ തന്നെയാണ് പുറം ലോകത്തോട് പറഞ്ഞത്, എൻ്റെ പിതാവ് സമാധിയായി, ഗോപൻ സ്വാമികൾ സമാധിയായി എന്നുള്ള കാര്യം പുറം ലോകത്തോട് പറഞ്ഞത് അവർ തന്നെയാണ്. അന്നേ ദിവസം തന്നെ അതായത് കോടതി ചോദിച്ചത് അവരുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന താമസിക്കുന്ന അയൽവാസിയായ വിശ്വംഭരന്റെ പ്രധാനപ്പെട്ട പരാതി എന്താണ്? ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാനില്ല. അങ്ങനെയാണല്ലോ പോലീസിൽ, നെയ്യാറ്റിൻകര പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതി മാൻ മിസ്സിംഗ് കേസാണ്, ആളെ കാണാനില്ല. ഇനി താങ്കൾ പറയുന്നത് അന്നേ ദിവസം സമാധി ഇത് മൂടുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ സാക്ഷ്യം പറയാനുണ്ടോ? അവിടെയാണ് കോടതി ചോദിച്ചത് മരിച്ചു എന്നതിനൊരു തെളിവ് എന്താണുള്ളത്? ഇതിൻ്റെ ഇപ്പോൾ ആധികാരികമായിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യം ശ്രീ ഗുരുരത്ന ജ്ഞാനതപസ്വി അദ്ദേഹം പറഞ്ഞല്ലോ. ആ സമയത്ത് അവരുടെ വിശ്വാസം അതായിരുന്നു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പറഞ്ഞതിനെ ദയവായി താങ്കൾ വക്രീകരിച്ച് അവതരിപ്പിക്കരുത്. ഗുരുരത്നം ജ്ഞാനതപസ്വി പറഞ്ഞ കാര്യം ഒരു മിനിറ്റ്. അദ്ദേഹം പറഞ്ഞത് ഹൈന്ദവ യോഗി പാരമ്പര്യങ്ങൾ അനുസരിച്ച്, അങ്ങനെയുള്ള ആ പാരമ്പര്യം അനുസരിച്ച് ഇതുപോലെ വലിയ താപസവര്യന്മാർ, മുനിമാർ, അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ദിവ്യത്വമുള്ള ആളുകൾ അവർ ഇത്തരമുള്ള ജീവൽ സമാധിയിലൂടെ ഈ ഇഹലോകം വിട്ടു പോയിട്ടുണ്ട്, പരലോകത്തേക്ക് പോയിട്ടുണ്ട് എന്ന വിശ്വാസാധിഷ്ഠിതമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഗുരുരത്നം ജ്ഞാനതപസ്വി പറഞ്ഞത്. അദ്ദേഹത്തിന് ആ പറഞ്ഞതിലെ ട്രൂ സ്പിരിറ്റിലാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത്. താങ്കൾ ഇതിനെ അദ്ദേഹം പറഞ്ഞ വാദങ്ങളുമായിട്ട് ബന്ധിപ്പിക്കരുത് ദയവായി. അദ്ദേഹം പറഞ്ഞത് ഈ സംഭവിച്ചതിനെ സമാധി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം വിയോഗം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതേ ട്രൂ സ്പിരിറ്റിൽ തന്നെയാണ്. അതിനൊന്നും ഒരു വ്യത്യാസമില്ല. അതേ ട്രൂ സ്പിരിറ്റിൽ തന്നെയാണ്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു കാര്യം രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമല്ല. ഈ ദിലീപ് കുമാർ ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് നമ്മൾ കോട്ട് ചെയ്തതാ. ഇന്നത്തെ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കോട്ട് ചെയ്ത ആ സൈറ്റേഷന് ആ സൈറ്റേഷനിൽ തന്നെ പറയുന്നത് ഒരു സമാധി പോലത്തെ ഒരു സംഗതിയിൽ ഒരാളുടെ മൃതശരീരം റെഫ്രിജറേഷനിൽ കാലങ്ങളായിട്ട് വച്ചതിന് ശേഷം അതിനെ പൂജിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള സൈറ്റേഷനാണ് ദിലീപ് കുമാർ ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, LPA നമ്പർ 2043/2024 റിപ്പോർട്ടഡ് സൈറ്റേഷനാണ് പഞ്ചാബ് ഹൈക്കോടതിയുടെ. ആ റിപ്പോർട്ടഡ് സൈറ്റേഷൻ ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ ഇതുപോലത്തുള്ള ആചാരങ്ങൾ, ഇതുപോലത്തുള്ള എല്ലാവരും The Honorable High Court declared that
desire of the disciples of a religious preacher by the name of Ashutosh Ji Maharaj, head of the Divya Jyoti Sastan, to preserve the worldly body of the preacher in a refrigerator amounts to exercise the fundamental rights guaranteed under Article 25 and 26 the Constitution of India, that as long as it does not violate the public order, morality or health, the right to preserve such a body cannot be interfered by the പ്രമാണത്തെ പിന്തുടരുന്നവർക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ആ ഭൗതിക ശരീരത്തെ സൂക്ഷിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആരോട് എപ്പോൾ പറഞ്ഞു? ഇവിടെ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ കാര്യം ആരോട് എപ്പോൾ പറഞ്ഞു? ഗോപൻ സ്വാമിയുടെ കുടുംബവും അത് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം പിതാവ് സമാധിയായതിന് ശേഷമുള്ള ഗോപൻ സ്വാമി കർമ്മങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഗോപൻ സ്വാമി ഏത് വിശ്വാസ വിഭാഗത്തിന്റെ ആചാര്യനായിട്ടാണ് താങ്കൾ അവതരിപ്പിക്കുന്നത്? ഗോപൻ സ്വാമിയെ ഏത് വിശ്വാസ വിഭാഗത്തിന്റെ ആചാര്യനായിട്ടാണ് താങ്കൾ അവതരിപ്പിക്കുന്നത്? ഇപ്പൊ വായിച്ച സൈറ്റേഷൻ അനുസരിച്ചാണെങ്കിൽ ഏത് വിശ്വാസ വിഭാഗത്തിന്റെ ആചാര്യനായിട്ടാണ്? ഏത് വിശ്വാസികളോടാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്? ഞാൻ സമാധിയിലേക്ക് പോകുന്നു. അച്ഛൻ മക്കളോട് പറഞ്ഞതാണോ? അച്ഛൻ മക്കളോട് പറഞ്ഞു എന്ന് മക്കൾ പറയുന്നതാണോ? ഏത് വിശ്വാസത്തിലായിരുന്നു എന്ന്, ഏത് വിശ്വാസത്തിലെ ആചാര്യനായിരുന്നു എന്നുള്ളത് ഈ കേരളത്തിലെ 3.5 കോടി ജനതയ്ക്കും ഇപ്പോഴറിയായിരിക്കും. അങ്ങേക്ക് അറിഞ്ഞുകൂടെങ്കിൽ എനിക്കത് വിശദീകരിക്കാൻ വേണ്ടി ഹിന്ദു വിശ്വാസമായിരുന്നു. അദ്ദേഹം ഗോപൻ സ്വാമികൾ ഹിന്ദു വിശ്വാസമായിരുന്നു. ഹിന്ദു വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. അദ്ദേഹം ശിവ ആരാധനയാണ് നടത്തിയിരുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള ജോലികൾ, അതിനുശേഷം അദ്ദേഹം സന്യാസിയായി അതിനുശേഷം സമാധിയാകാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ എന്ത് തെളിവാണ് താങ്കളുടെ കൈവശമുള്ളത്? ശ്രീ ഗോപികൃഷ്ണൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഒറ്റപ്പെട്ട സംഭവമെന്നല്ല, ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളുമായിട്ട് ഇന്ത്യയിൽ ഹർജികൾ പോയിട്ടുണ്ട്. ആ ഹർജിക്കാർക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ ഇന്ത്യയിലെ മറ്റ് ഹൈക്കോടതികളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ആ സൈറ്റേഷനുമൊക്കെ തന്നെ കോട്ട് ചെയ്ത് കൊണ്ടാണ് ഇന്നത്തെ ഹർജി ബോധിപ്പിച്ചത്. ആ ഹർജിയിന്മേൽ എന്താണ് ഈ എതിർകക്ഷികൾക്ക് നോട്ടീസ് ഓർഡർ ചെയ്തില്ലേ? ആ എതിർകക്ഷികൾ എന്തുകൊണ്ട് നമ്മുടെ ഭാഗം കേട്ടില്ല? എതിർകക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തത് നേരത്തെ ശ്രീ സുഭാഷ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ ആ കണ്ടൻഷൻ മനസ്സിലായി. അതായത് ഈ കുടുംബത്തെ കാര്യങ്ങൾ അറിയിച്ചില്ല, അവർക്ക് നോട്ടീസ് കൊടുത്തില്ല, അവരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നു എന്ന കാര്യമാണ്. അല്ലാതെ കുടുംബം ഉന്നയിച്ച വാദങ്ങളുണ്ടല്ലോ, സമാധിയാണ്, അത് ഹിന്ദു ആചാരപ്രകാരമാണ്, അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന ഭാഗം കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി ഈ മരണം, ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ? സ്വാഭാവിക മരണമാണെങ്കിൽ അതിന്റെ തെളിവ് എന്താണ്? മരണ സർട്ടിഫിക്കറ്റ് എവിടെ? ഇതാണ് കോടതി ചോദിച്ചത്. അല്ലാതെ ഈ നടപടിക്രമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ റെസ്പോണ്ടൻസിന് നോട്ടീസ് അയച്ചതും ഇതുമായി താങ്കൾ ഇതിനെ കൂട്ടിക്കുഴിക്കുന്നു. വൈ ഡു യു ഡീവിയേറ്റ് ഫ്രം ദിസ് മെയിൻ ഇഷ്യൂ? പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ മരണം സംഭവിച്ചത് എങ്ങനെ? അതിനെന്താണ് തെളിവ് എന്നാണ് കോടതി ചോദിച്ചത്. ഫോർ ദാറ്റ് ഹാവ് യു ഗോട്ട് എനി ആൻസർ? ഞാൻ ഈ ഇഷ്യൂല് മാത്രമാണ് ലോയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. എക്സിബിറ്റ് P5 ആയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കിയതെന്ന് പറഞ്ഞാൽ RDO ഇഷ്യൂ ചെയ്ത SHOക്ക് ഇഷ്യൂ ചെയ്ത നോട്ടീസാണ്. ആ SHOക്ക് ഇഷ്യൂ ചെയ്ത നോട്ടീസ് ഇല്ലീഗലാണ്. ദാറ്റ് ഈസ് ബയസ്ഡ് നോട്ടീസ്, ദാറ്റ് നോട്ട് ഹേർഡ് അവർ പാർട്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ ഉന്നയിച്ചത്. അന്ന് RDO വന്ന സമയത്ത് ഞങ്ങൾ ഉന്നയിച്ച കാര്യം ഇതാണ്. ഇവിടെ 3 ജീവനുകളുണ്ട്. ശ്രീ ഗോപികൃഷ്ണൻ ഞാൻ ചോദിക്കുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ സമാധി സ്ഥലം പൊളിക്കരുത്, അത് തടയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ? സമാധി സ്ഥലം പൊളിക്കരുത്, അത് തടയണം, ആ നീക്കം തടയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ കോടതി? സമാധി സ്ഥലം പൊളിക്കരുത്, അത് തടയണമെന്ന്, ആ നീക്കം തടയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ കോടതിയിൽ? ഗോപികൃഷ്ണൻ, എല്ലാ ബെയിലും ഏത് ബെയിൽ ആപ്ലിക്കേഷൻ വന്നാലും അതിനെല്ലാം തന്നെ ഇന്ററിമായിട്ട് ബെയിൽ അനുവദിക്കാറുണ്ടോ? കാര്യമല്ലേ? സമാധി സ്ഥലം പൊളിക്കരുതെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ കോടതിയിൽ?
അല്ല, ഈ ഒരു പെറ്റീഷൻ വരുന്ന സമയത്ത്, ഈ ഒരു പെറ്റീഷൻ ഹർജി ഫയൽ ചെയ്യുന്ന സമയത്ത് എന്താ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത്? ഇങ്ങനെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള യാതൊരു നിയമ സാധുതയും ഹർജിക്കാർക്കില്ല. അവർ മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. അതിന് താങ്കൾക്ക് വിമർശനങ്ങളാകാം. ഈ ജനാധിപത്യ സമൂഹത്തിൽ താങ്കൾക്ക് മാധ്യമങ്ങളെ വിമർശിക്കാം, മാധ്യമങ്ങൾ ചെയ്ത രീതികളെ വിമർശിക്കാം. ഞങ്ങളാരും വിമർശനങ്ങൾക്ക് അതീതരൊന്നല്ല. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ശരി, തെറ്റുകൾ നിങ്ങൾക്ക് വിമർശിക്കാം, ചൂണ്ടിക്കാണിക്കാം, തിരുത്താം. നിങ്ങൾക്ക് അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഏത് പൗരനുണ്ട്. അതല്ലല്ലോ പ്രശ്നം. മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ മെറിറ്റാണ്. നിങ്ങളത് ആവശ്യപ്പെട്ടോ കോടതിയിൽ? കല്ലറ പൊളിക്കരുത് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ? അതിന് താങ്കൾ ആവശ്യപ്പെട്ടു. സമ്മതിച്ചോ കോടതി? സമ്മതിച്ചോ കോടതി? ആ മെറിറ്റിന്മേല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു പെറ്റീഷൻ എന്ന് പറയുന്നത് 2024 ഈ 21ാം നൂറ്റാണ്ടിൽ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല എന്നല്ലേ പറഞ്ഞത്? ആ പെറ്റീഷൻ അസ്വാഭാവികമായ മരണമാണോ എന്ന് തെളിയിക്കാൻ എന്തുണ്ട് എന്നാണ്. ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് എങ്ങനെ കണ്ടെത്തും എന്നാണ്. എക്സിബിറ്റ് P5 നോട്ടീസ് ഇല്ലീഗൽ ആയിരുന്നു. ആ എക്സിബിറ്റ് P5 നോട്ടീസിന്മേൽ റെസ്പോണ്ടൻസിന് നോട്ടീസ് പോയിട്ടുണ്ട്. അത് സത്യമല്ലേ? അതിൽ നിന്ന് എങ്ങനെയാ ഗോപികൃഷ്ണൻ ഡീവിയേറ്റ് ചെയ്യാൻ? എന്റെ വിഷയമല്ല അത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണോ കോടതിയെ സമീപിച്ചത്? നിങ്ങൾ എന്തിനാണ് കോടതിയെ സമീപിച്ചത്? നിങ്ങൾ എന്തിനാണ് സർ കോടതിയെ സമീപിച്ചത്? കല്ലറ പൊളിക്കാതിരിക്കണം എന്നതല്ലേ കുടുംബത്തിന്റെ ആവശ്യം? അത് അംഗീകരിച്ചു. പ്രൈം കൺസേണുമായിട്ടാണ് കോടതിയിലെത്തിയത്. നമ്മുടെ ഭാഗം കേട്ടില്ല എന്നുള്ള പ്രൈമായിട്ടുള്ള കൺസേണുമായിട്ടാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഏതായാലും കല്ലറ പൊളിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അത് നാളെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ ഗോപൻ സ്വാമിയുടെ ഒരു പൂർവാശ്രമം എന്ന് പറയാം. അദ്ദേഹം നെയ്ത്തു തൊഴിലാളിയായിരുന്നു, അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം സന്യാസത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഈ സമാധി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹം കിടപ്പ് രോഗിയായി ഏതാണ്ട് വർഷങ്ങൾ കിടന്നിരുന്നു. അദ്ദേഹം ഹൈ ബ്ലഡ് പ്രഷറിനും ഷുഗറിനുമുള്ള മരുന്നുകൾ കഴിച്ചിരുന്നു. അന്ന് രാവിലെ പോലും ഒരു ബന്ധു വന്ന് അദ്ദേഹം കിടപ്പ് രോഗിയായി കിടക്കുന്ന ആളെ കണ്ടുപോയ ശേഷം നടന്നുപോയി സമാധി ഇരുന്നു എന്നത് ഏത് യുക്തിയുടെ വെളിച്ചത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അയൽവാസികളും ഈ ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം.